ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണരണം ഇന്ത്യ, പൊരുതണം യുവത, വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനും പകരം ചോദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി യങ് ഇന്ത്യ പടിഞ്ഞാറങ്ങാടിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷിബി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് കെ.പി. അഭിലാഷ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി കെ.എ. പ്രയാൻ സ്വാഗതവും പി. അനൂപ് നന്ദിയും പറഞ്ഞു. CPM തൃത്താല ഏരിയ സെക്രട്ടറി ടി.പി. മുഹമ്മദ് മാസ്റ്റർ, ടി.പി. ഷഫീഖ്, CP റസാഖ്, A.V. മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവനും ജീവിതവും നൽകി തകർത്തെറിഞ്ഞ പോരാളികളുടെ പിന്മുറക്കാരാണ് നാം. അടിമ ജീവിതത്തെക്കാൾ മരണമാണ് അഭികാമ്യമെന്ന് കടുമരങ്ങളിലേക്ക് നടന്നു കയറിയ ധീരവിപ്ലവകാരികളുടെ നേരാവകാശികൾ ജാലിയൻ വാലാബാഗിലും പുന്നപ്രയിലും തെലങ്കാനയിലും പൂക്കോട്ടൂരിലും ചിതറിത്തെറിച്ച ചോരത്തുള്ളികൾക്ക് മതജാതി ഭേദങ്ങൾ ഉണ്ടായിരുന്നില്ല. ചോര ചീന്തിയ സമരങ്ങൾ ത്യാഗത്തെ സ്മരിച്ച് ഇന്ത്യ സ്വതന്ത്രയായല്ലോ എന്ന സന്തോഷം കൊണ്ട് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുകയല്ല ചെയ്യാറുള്ളത്. ഡിവൈഎഫ്ഐ എല്ലാ കാലത്തും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ ആഘോഷിക്കാറുള്ളത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ ഓർത്തെടുക്കാറുള്ളത് ഓർമ്മ പുതുക്കലുകളിലൂടെയാണ്. ഒപ്പം തന്നെ സ്വാതന്ത്ര്യം ലഭിച്ച് സ്വാതന്ത്ര്യം നേടിയെടുത്ത് 80 വർഷമാകുമ്പോൾ അതിൻ്റെ ആഘോഷം എല്ലാ ദിവസവും എല്ലാ വർഷവും സ്കൂളുകളിലെല്ലാം രാവിലെ പതാക ഉയർത്തി ആഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ 80 വർഷം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ 80 വർഷം പൂർണ്ണതോതിൽ ആഘോഷിക്കാൻ കഴിയുന്ന രാജ്യമാണോ എന്ന പരിശോധനയാണ് ഡിവൈഎഫ്ഐ എല്ലാ വർഷവും നടത്താറുള്ളത്. ഈ വർഷം ഓഗസ്റ്റ് 15-ന് ബ്ലോക്ക് കേന്ദ്രങ്ങൾക്കകത്ത് യങ് ഇന്ത്യ ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വച്ചത്. ആ മുദ്രാവാക്യം ഇന്ന് ഇന്ത്യയാകെ, ഒരുപക്ഷെ ലോകമാകെ തന്നെ ഇന്ത്യയെ അടയാളപ്പെടുത്തുന്നതിനു വേണ്ടി ചർച്ച ചെയ്യുന്ന മുദ്രാവാക്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനും പകരം ചോദിക്കുക എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കേന്ദ്രങ്ങൾക്കകത്ത് 100 കണക്കിന് വരുന്ന യുവജനങ്ങളുടെ പ്രകടനത്തോടുകൂടി, യുവജന റാലിയോടുകൂടി യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ മുദ്രാവാക്യം സൂചിപ്പിക്കപ്പെടുന്നത് പോലെ ഇന്ന് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നാം ഇവിടെ പ്രതിജ്ഞയെടുത്തപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം വ്യാപാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത്.